ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു സ്നാക്സ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉരുളക്കിഴങ്ങ് ഇതേപോലെ സ്ലൈസായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ദോശക്കല്ല് വെളിച്ചെണ്ണയൊക്കെ വെച്ചിട്ട് വേവിക്കണം. വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ തക്കാളി ഇതിൻ്റെ മുകളിൽ വെക്കാൻ പാടുള്ളൂ കേട്ടോ. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ കണ്ടൊരു വീഡിയോ ആണ്. എന്തായാലും ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. അങ്ങനെ തക്കാളിയൊക്കെ അതിൻ്റെ മുകളിൽ വെച്ചതിന് ശേഷം നമ്മളൊരു കോഴിമുട്ട പൊട്ടിച്ച് പാടുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ ചപ്പാത്തി ചുട്ട് വെക്കണം കേട്ടോ. ഒരു ചപ്പാത്തി ഞാൻ ഓൾറെഡി ചുട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ, അത് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും ഞാനിപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോകുമ്പോൾ എന്ത് സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കാമെന്നുള്ള അതിൽ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. അപ്പോൾ ഒന്ന് ഈവനിങ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയെന്നേ ഉള്ളൂ. രാവിലെ തന്നെ ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്താ അറിയില്ലല്ലോ, അതുകൊണ്ട് വൈകുന്നേരം ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. എന്നിട്ട് ഈ ചപ്പാത്തി അതേപോലെ തന്നെ തിരിച്ചിട്ടിട്ട് നമ്മൾ ചീസ് അതിൻ്റെ ഫുള്ളായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചീസൊക്കെ വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. മറ്റേ ഈ പിസ്സ കഴിക്കുന്ന പോലെ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ചീസ് കുറച്ച് അതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ഇത്തിരി കുരുമുളക് പൊടിയും കുറച്ച് ഉപ്പുമാണ് കേട്ടോ ആക്കി കൊടുക്കുന്നത്. അതിനുശേഷം നമ്മളിതൊന്ന് മടക്കി വെച്ചിട്ട് തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ ഒന്നും കൂടി ആ ചപ്പാത്തി ഒന്നും കൂടി ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്തായാലും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു സ്നാക്സ് സ്കൂളിലേക്കൊക്കെ കൊടുത്ത് വിടാൻ പറ്റും. അത് ചട്ടകം കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പീസാക്കിയിട്ടുണ്ട്. എന്തായാലും സിമ്പിളാണ് കേട്ടോ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. കുറച്ചാണെങ്കിലും കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറഞ്ഞോളും കുട്ടികൾക്കൊക്കെ. എന്തായാലും ഞങ്ങളിത് കഴിക്കാൻ പോവുകയാണേ. ഓക്കെ, ബൈ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.